വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മീഷോ പ്രൊഡക്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ പലപ്പോഴായിട്ട് വാങ്ങിയത് അൺബോക്സ് ചെയ്യാതെ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഐറ്റംസ് വന്നതിന് ശേഷം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ ബാഗ് ഉണ്ട്, സ്കേർട്ട് ഉണ്ട്, ടോപ്പ് ഉണ്ട്, കുർത്തി സെറ്റ് ഉണ്ട്, ഇങ്ങനെ 3-4 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്തത് നമ്മുടെ ബാഗായിരുന്നു കേട്ടോ. ഇത് ഞാൻ 150 രൂപയ്ക്ക് വാങ്ങിയ ബാഗാണ്. അതായത് മീഷോയിൽ 150 രൂപയ്ക്ക് ഒരു ഓഫറിൽ കിട്ടിയ ബാഗായിരുന്നു. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. സെയിം ആസ് നമ്മുടെ പിക്ചറിൽ മീഷോയിൽ പരതുമ്പോൾ കാണുന്ന ആ ഒരു പിക്ചറിൽ കിട്ടിയ സംഭവം കാണുന്ന അതേ മെറ്റീരിയൽ അതേ സംഭവം തന്നെയാട്ടോ കയ്യിൽ കിട്ടിയതും. ക്വാളിറ്റി വൈസ് അടിപൊളിയാണ്. ഇതേപോലത്തെ ബാഗ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 250 രൂപയ്ക്ക് മേലെ നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും കുറഞ്ഞത്. നെക്സ്റ്റ് ഞാനൊരു കുർത്ത സെറ്റാണ് വാങ്ങിയത്. ഇതിന് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മുടെ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ഒരു കുർത്ത സെറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയൽ അത് വന്നിട്ട് ഒരു പോളിസ്റ്റർ ടൈപ്പായിരുന്നു, ഒരു ക്രേപ്പ് പോളിസ്റ്റർ ടൈപ്പാണ്. ഞാൻ ആദ്യം കരുതിയത് കോട്ടൺ ആണെന്നാണ് കേട്ടോ. അപ്പോൾ കോട്ടൺ കുർത്തി ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റേറ്റ് കുറവുള്ളത് നോക്കിയിട്ടാണല്ലോ നമ്മൾ ബുക്ക് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽഡ് ശരിക്കും നോക്കിയില്ല, റിവ്യൂ മാത്രമേ വായിച്ചുള്ളൂ. റിവ്യൂ ഓക്കെ ആയിരുന്നു, പക്ക പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ മെറ്റീരിയൽ വന്നിട്ട് ഒരു ക്രേപ്പ് പോളിസ്റ്റർ ടൈപ്പ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ചൂട് സമയത്ത് ഇടാൻ കഴിയില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ മഴക്കാലമാണല്ലോ, മഴക്കാലത്തൊക്കെ ഡെയിലി യൂസിനൊക്കെ അല്ലെങ്കിൽ വീടുന്നിടുമ്പോഴും പുറത്തു വിടുന്നില്ല, പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിന് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് മെറ്റീരിയലുള്ള ഈ ഒരു ചുരിദാർ സെറ്റ് അടിപൊളിയാണ് കേട്ടോ. ഇത് 314 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് മാക്സിമം പോയാൽ ഒരു 250 ഒരു 300 ആ ഒരു റേറ്റിലുള്ള ഐറ്റംസ് മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 314 രൂപയ്ക്കാണ് കേട്ടോ ആ ഒരു കുർത്ത സെറ്റ് കിട്ടിയത്. നെക്സ്റ്റ് എനിക്ക് ജീൻസും ലെഗിൻസും ജഗ്ഗിൻസും ഒക്കെ ആ ഒരു ടൈപ്പ് പാൻറ് ഇടുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ശരീരം മെലിഞ്ഞിട്ടുള്ള ശരീരമാണ്. അപ്പോൾ കാല് ആ ഒരു ടൈറ്റ് പാൻറ് ഇടുമ്പോൾ മെലിഞ്ഞ കാല് പോലെ തോന്നും, പെൻസിൽ പോലെ തോന്നും. അപ്പോൾ ഞാൻ കൂടുതലും എനിക്കിപ്പോൾ ഇഷ്ടം കുറച്ച് കാലമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഈ സ്കേർട്ട് ടൈപ്പ് ഡ്രസ്സ് ഇടുന്നത്. അതാകുമ്പോൾ ലോങ് ആയിട്ട് കിടക്കും. അതേപോലെ പാൻറ്റല്ലല്ലോ, സ്കേർട്ടല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആണ്. അതുപോലെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കും തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മീഷോയിൽ നിന്നൊരു 305 രൂപയ്ക്ക് എങ്ങാണ്ട് വാങ്ങിയൊരു സ്കേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അടിയിൽ ലൈനിങ് ഇല്ല, പക്ഷെ നല്ല കട്ടി തുണിയാണ്. ഉള്ളിലൊരു ഷോർട്ട്സോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാൻറ് ആ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്കിത് ഇട്ട് നടക്കാവുന്നതാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അത് വന്നിട്ട് ആ ഒരു സ്കേർട്ട്. അപ്പോൾ അതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊരു ടോപ്പാണിത്. ഇത് 180 രൂപയ്ക്കാണ് ഈ ഒരു ടോപ്പ് ഞാൻ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു സ്റ്റൈലിഷ് ലുക്ക് തരുന്ന ഒരു വെസ്റ്റേൺ ടൈപ്പ് ഒരു ലുക്ക് തരുന്നതാണ്. സ്ലീവിൻ്റെ അവിടെ പഫ് പോലെ, അതായത് ഒരു എലാസ്റ്റിക് പഫ് പോലെ ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ചെറിയൊരു ക്രോസ് കട്ടിങ് പോലെ ഒരു ചെറിയൊരു ഡിസൈന് വരുന്നുണ്ട്. ഈ ഒരു പ്യുവർ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സിലും സൈസ് വൈസ് ആണെങ്കിലും പല സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അതിനെ കമൻറ്റ് വേണമെന്നുള്ളൊരു ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ആവശ്യമുള്ളത് തന്നോളാം. ബൈ ബൈ.